എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ക്ലിയറിറ്റി എക്സസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, വിക്ക് അഥവാ സ്റ്റാമറിംഗ് ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒത്തിരി സുഹൃത്തുക്കൾ പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാറുണ്ട്. സാർ, എനിക്കിങ്ങനെ വിക്കിൻ്റെ പ്രോബ്ലം അതുകൊണ്ട് എനിക്ക് സമൂഹവുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നുകിൽ എനിക്ക് കോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറയും. അത് പറയുമ്പോൾ തന്നെ പകുതി ആളുകളും അപ്പോൾ തന്നെ സ്ഥലം വിടും. കാരണം അവരുടെ ഉള്ളിൽ അപകർഷതാബോധവും ഭയവുമാണ് അത്തരമൊരു ഒരു വോയിസ് റെക്കോർഡിങ് ചെയ്തയക്കാൻ അവരെ തടുത്തു നിർത്തുന്നത്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. നമ്മൾ സ്റ്റാമറിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ പലർക്കും വിഭിന്നമായ രീതിയിലാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ചില ആളുകൾ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിലേക്ക് കയറി ചെന്നൊരു കാര്യം പറയുമ്പോഴായിരിക്കും അവർക്ക് ഈ ആധികേരി വിക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ചിലവർക്ക് സമൂഹത്തിൽ ഒരുപാട് പൊതുജനങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് സംസാരിക്കാൻ ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജിൽ കയറി എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം ഭയവും ഉൾക്കൊണ്ടയും തന്നെയാണ്. ഇത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ വിക്ക് എന്നുള്ള കാര്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ ഓൾറെഡി എൻ്റെ ഈ വോയിസ് ക്ലിയറിറ്റി എക്സസൈസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിൽ പീബർഫോണിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന എക്സസൈസുകൾ ഈ സ്റ്റാമറിങ് പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ അത് തീർച്ചയായിട്ടും അവരൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് ഒരുപാട് ഉപകരിക്കും അവർക്ക്. അതിലൊരു എക്സസൈസാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, കാരണം ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ യകാരമെന്നുള്ള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ട് വിരലുകൊണ്ട് നമ്മുടെ ഈ തൊണ്ടയുടെ മധ്യത്തിലായിട്ട്, ഈ ആഡംസ് ആപ്പിളിൻ്റെ പുറത്തായിട്ട്, തൊണ്ടകുഴിയുടെ പുറത്തായിട്ട് രണ്ട് വിരലുകൾ വെച്ചിട്ട് വളരെ പതുക്കെ ഒരു മസാജ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ദിവസം ഒരു 10 തവണ 15 തവണ ഇത് ചെയ്യണം. ഓക്കെ. കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വോക്കൽ കാർഡ് തൊണ്ടയ്ക്കൊക്കെ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അടുത്തതായിട്ട് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് ബ്രീത്തിങ് എക്സസൈസ് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയുന്നതിന് ബ്രീത്തിങ് എക്സസൈസുകൾ ഒരുപാട് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ നല്ലപോലെ ബ്രീത്തിങ് എടുക്കുക. 1 2 3 4 5 ഇങ്ങനെ 5 വരെ കൗണ്ട് ചെയ്യുക. ഒരു ശ്വാസം എടുക്കുക, ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് നമ്മൾ 5 വരെ വളരെ സാവധാനം 1 2 3 4 5 വരെ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. കാരണം അത് നമ്മുടെ നാവിനെയും മനസ്സിനെയും നമ്മൾ ഇനി വളരെ നന്നായിട്ട് സംസാരിക്കാൻ പോകുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു എക്സസൈസാണ്. അടുത്തതായിട്ട് നമ്മളൊക്കെ ഈ കൊച്ചുകുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും, നമ്മൾ ഈ കുസൃതി വാക്കുകൾ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ നാവൊക്കെ ട്വിസ്റ്റാകുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു വാക്ക് നമ്മൾ ഇതുപോലെ തന്നെ സാവധാനം പറഞ്ഞ് ശീലിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നൊരു വാക്ക് റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. അത് വളരെ സാവധാനം പറയണം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഇങ്ങനെ നമ്മളിതൊരു ദിവസം ഒരു 50 പ്രാവശ്യമെങ്കിലും പറയണം. അതിൽ കൂടുതൽ പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതിന് സമയകാലങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴും ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ സാവധാനം പറഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഒരാഴ്ചയ്ക്ക് ചെയ്തതിന് ശേഷം ഇച്ചിരിയുടെ ഫാസ്റ്റാക്കുക. അങ്ങനെ ദിവസങ്ങൾ ചെല്ലും തോറും നമ്മൾ അതിങ്ങനെ ഫാസ്റ്റാക്കി ശരിക്കും നമ്മൾ നല്ലപോലെ സംസാരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് ഫാസ്റ്റിൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല. എന്നെ കൊണ്ട് പോലും പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലാ ബ്ലാ ബ്ലൂ എന്നൊക്കെ വരും. അപ്പോൾ
ഇത്തരം ഒരു എക്സസൈസ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റാമറിങ് പ്രശ്നം അനുഭവിക്കുന്നവർ ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വായനയാണ്. അതൊരു നോവലോ ഏതെങ്കിലും ഒരു പുസ്തകമോ ന്യൂസ് പേപ്പറോ എടുത്തുകൊണ്ട് അത് നമ്മൾ വളരെ സാവധാനം നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾ റൂമിനകത്താണെങ്കിൽ ആ റൂമിനകത്ത് വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ കേൾക്കാൻ പാകത്തുള്ള ശബ്ദത്തിലായിരിക്കും വായിക്കണം. മൗനമായിട്ട് വായിക്കരുത്. അത്തരം ഒരു ശബ്ദത്തിൽ നമ്മളിത് വായിച്ച് ശീലിക്കുക. ഓക്കെ, ഇതുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ചെയ്യണം. ഇതും നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണ വേണം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ടു വന്നതിന് ശേഷം ചെയ്യാം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആ ജോലി സ്ഥാപനത്തിൽ വായിക്കാൻ പറ്റും, അവിടുന്ന് വായിക്കാം. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞു വന്നതിന് ശേഷം വായിക്കാം. പക്ഷേ വായന എന്നുള്ളത് നിർബന്ധമാണ്. അത് ഒരു ദിവസം 2 or 3 തവണയൊക്കെ നമുക്ക് ചെയ്യാം. എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നമ്മളിലേക്ക് കോൺഫിഡൻറ്റ് നമ്മളകത്തോട്ട് കയറും. അടുത്തായിട്ട് ചെയ്യേണ്ടത് വോയിസ് മെസ്സേജുകൾ അയക്കുക എന്നുള്ളതാണ്. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അയക്കുമ്പോൾ ഒരിക്കലും ടെക്സ്റ്റ് ചെയ്യാണ്ട് നമ്മൾ വോയിസ് മെസ്സേജിലൂടെ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുക. നമ്മൾ കോൺഫിഡൻറ്റോടെ ചെയ്യണം. നമ്മളത് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ആദ്യമൊക്കെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ വളരെ ജോളിയായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് ഇനി വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറുക, വോയിസ് മെസ്സേജായിട്ട് കൈമാറുക. ഇത് നമ്മുടെ കോൺഫിഡൻറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ അധികരിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് വീഡിയോഗ്രാഫി. ദിവസേന നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിലോ എങ്ങനെയായാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ സെൽഫ് റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗത്തിൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് നേടാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ ചെറിയ 500 രൂപയ്ക്ക് പോലും സ്റ്റാൻഡുകൾ കിട്ടും, മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ കിട്ടും, ട്രൈപോഡ്. അതിൽ വെച്ചുകൊണ്ട് നമ്മൾ ദിവസം ഒരു വീഡിയോ നിർബന്ധമായിട്ട് റെക്കോർഡ് ചെയ്യണം. ചെയ്തിട്ട് നമ്മളിത് നോക്കണം, ഇതിലെന്താണ് കുഴപ്പം, എൻ്റെ കണ്ണ് തുറിച്ചു പോയോ, എൻ്റെ ശ്വാസം വല്ലാണ്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖം വീർത്ത് വികസിച്ചിട്ടുണ്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് നമ്മൾ അവസാനം വളരെ പക്വതയോട് കൂടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. കാരണം നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടും. ഇതെല്ലാം തന്നെ സ്റ്റാമറിങ് എന്ന് പറയുന്ന ഈ പ്രശ്നത്തിന് ഒരു പ്രതിവിധിയാണ്. പിന്നെ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സംഭവമാണ്. മെഡിറ്റേഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിനകത്തോ എവിടെയാണ് നമുക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നമ്മൾ തനിച്ചങ്ങ് ഇരിക്കുക, നട്ടലിങ്ങ് നിവൃത്തിയിരുന്ന് കണ്ണടച്ചുകൊണ്ട് ചുമ്മാ ഇരുന്നാൽ മതി. അപ്പോൾ ഏകാഗ്രതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ ബ്രീത്തിങ് അതിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. ശ്വാസം മേൽപോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സും അതിൻ്റെ മേലോട്ട് പോവുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സും താഴോട്ട് പോവുക. ഇത് നമ്മൾ ദിവസേന ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നല്ലൊരു കോൺഫിഡൻറ്റും ഏകാഗ്രതയൊക്കെ കിട്ടും. നമുക്ക് മനസ്സിന് ഒരുപാട് നല്ല ഒരു സുഖം കിട്ടും. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വിക്ക് അല്ലെങ്കിൽ സ്റ്റാമറിങ് അനുഭവിക്കുന്നവർക്കുള്ള അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരു പ്രതിവിധി. ധൈര്യമായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും മാറും. അത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കൊക്കെ ഒരുപാട് കുറവാണ്, അടിച്ച് പൊട്ടിച്ചേക്കണം. കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ വിഷയമായി കണ്ടുമുട്ടും. ബൈ.